പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി. പ്രതികളായ 19 വിദ്യാർത്ഥികളെ സർവകലാശാല പുറത്താക്കി. സിദ്ധാർത്ഥന്റെ അമ്മ എം.ആർ. ഷീബ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സർവകലാശാലയുടെ നടപടി. അഹമ്മദ് മുജ്തബയുടെ വിശദാംശങ്ങളുമായി. മുജ്തബ, ദീർഘനാളായിട്ടുള്ള സിദ്ധാർത്ഥന്റെ അമ്മയുടെ ആവശ്യമായിരുന്നു വിദ്യാർത്ഥികൾക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് മാത്രം ഒതുക്കരുത് വിഷയം എന്നുള്ളത്. ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്? നിലവിൽ ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ ഉണ്ട്. മണ്ണുത്തി ക്യാമ്പസിലേക്ക് പ്രവേശനത്തിന് അനുമതി നിഷേധിച്ച സർവകലാശാല ഉത്തരവിനെതിരെയാണ് പിന്നീട് 19 വിദ്യാർത്ഥികൾ ആദ്യം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. തുടർന്ന് സിംഗിൾ ബെഞ്ച് 19 വിദ്യാർത്ഥികൾക്കും ഈ മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശനം നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് സർവകലാശാലയുടെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തില്ല. ഇതിന് പിന്നാലെ എം.ആർ. ഷീബ, ഈ സിദ്ധാർത്ഥന്റെ മാതാവാണ്, അവർ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും 18 വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ തടയുകയും ചെയ്തു. നേരത്തെ തന്നെ സ്റ്റേ ഉണ്ടായിരുന്നു. പ്രവേശനം തടഞ്ഞതോടെ ഈ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പിന്നീട് മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശിക്കുന്നതിന് വിലക്കുമുണ്ട്. അങ്ങനെ ആ ഒരു ഹർജിയിലാണ് സർവകലാശാലയോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ചുള്ള ഒരു മറുപടി, എന്തൊക്കെ നടപടികളാണ് എടുത്തത്, ഈ അന്വേഷണം, ഇന്റേണൽ കമ്മിറ്റിയുടെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ മറുപടി നൽകണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും സർവകലാശാല രേഖാമൂലം ഹൈക്കോടതിയെ മറുപടി അറിയിച്ചിരിക്കുന്നു. പ്രതികളായ 19 വിദ്യാർത്ഥികളെ പുറത്താക്കിയിട്ടുണ്ട്. ഈ 19 വിദ്യാർത്ഥികളും പ്രതി കുറ്റക്കാരാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കെതിരെ ഈ എടുത്ത ഈ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ രേഖാമൂലം നൽകുകയും ചെയ്തു. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എം.ആർ. ഷീബ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഈ 19 പേർക്ക് മറ്റു ക്യാമ്പസുകൾ പ്രവേശനം നൽകിയത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സർവകലാശാല ഒരു മറുപടി നൽകിയിരിക്കുന്നത്. 19 വിദ്യാർത്ഥികൾ കുറ്റക്കാരാണ്, അവരെ പുറത്താക്കിയിട്ടുണ്ട് എന്നും വെറ്റിനറി സർവകലാശാല അറിയിക്കുന്നു. ജീന, അതായത് ഈ 19 വിദ്യാർത്ഥികൾക്കും ഇനി മറ്റ് സർവകലാശാലകളിൽ അടക്കം അഡ്മിഷൻ എടുക്കുന്നതിന് ഇത് തടസ്സമാകും അല്ലേ? സ്വാഭാവികമായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. സിംഗിൾ ബെഞ്ച് മണ്ണുത്തി സർവകലാശാലയിലേക്ക് പ്രവേശനം നൽകാൻ ഉത്തരവിടുന്നു. അതിന് ചോദ്യം ചെയ്ത് ഒരു ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്യുന്നു. സ്വാഭാവികമായും അത് ഇനി ഇപ്പൊ നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ മറ്റു ക്യാമ്പസുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മറ്റു നിയമ തടസ്സങ്ങൾ ഇല്ലെങ്കിൽ, അതായത് വേറെ മറ്റു ഉന്നത കോടതികളിലൊക്കെ പോയി മറ്റേതെങ്കിലും തരത്തിലുള്ള ഓർഡറുകൾ വാങ്ങിക്കുന്നത് വരേക്കും മറ്റേതെങ്കിലും ക്യാമ്പസുകളിൽ പഠനം തുടരുന്നത് ബുദ്ധിമുട്ടാകും. ശരി. പൂക്കോട് വെറ്ററിനറി സർവകലാശാല ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി. പ്രതികളായ 19 വിദ്യാർത്ഥികളെ സർവകലാശാല പുറത്താക്കിയെന്ന കോടതിയിൽ നൽകിയ ഹർജിയിൽ സർവകലാശാല മറുപടി നൽകി. അഹമ്മദ് മുജ്തബയാണ് വിശദാംശങ്ങൾ നൽകിയത്.